ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടാ. ഇന്നൊന്ന് ഗുദേബിയയിൽ പോകണം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഗുദേബിയയിൽ എത്തിയിട്ട് അവിടെ റെമീൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അൻസാർക്കാടും ഫിറോസ്കാടും ഫാമിലി വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഫുൾ ബിസിയാ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നേരെ അൽബൈക്ക് കിട്ടും. അൽബൈക്ക് ഇപ്പൊ പുതിയത് ഓപ്പൺ ആയതാട്ടോ ഗുദേബിയയിൽ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ബർഗർ പുള്ളി ടേസ്റ്റാണ്. അങ്ങനെ മെനു എടുത്തിട്ട് നേരെ റെമി നേരെ പോയിട്ട് ഓർഡർ കൊടുത്തു. ഒരു 2 ബർഗറും 2 ഐസ്ക്രീമിനും ഓർഡർ കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അത് കിട്ടി. അത് വാങ്ങി നേരെ ഇറങ്ങി. ഇവിടെ വെച്ചാൽ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്ത് ഒരു 2-3 ചെയറും ടേബിളും ഇട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കാട്ടോ. എന്നാലും വലിയ ഡിലേ ഒന്നുമില്ല. ഒരു വേഗം തന്നെ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. ഇവർ സൗദിയിലെ നല്ല കിടിലം ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ കാണാനുണ്ട്. അത്ര നല്ല തിരക്കാണ്. അങ്ങനെ പിന്നെ സാധനം കിട്ടി. അതും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല കിടിലം ബർഗറാട്ടോ. നോക്കി അതിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്റ്ററൊക്കെ നോക്കി അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ നേരെ റെമീൻ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. കിട്ടു സാധനമായിരുന്നു. അതിന് ശേഷം ഞാനും എന്ത് ചെയ്തു, ഞാനും എടുത്ത് അങ്ങോട്ട് കഴിച്ചു. ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി കിഡിലോസ്കി സാധനമായിരുന്നു. അത് പിന്നെ വേഗം അങ്ങോട്ട് തീർന്നു. ചെറിയ ബണ്ണായിരുന്നു. ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. 500 ബിൽസേ ഉള്ളൂ. അപ്പോൾ ചെറിയ ബണ്ണായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് കോരി തിന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നേരെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലുലു പോയിട്ടാണ്. ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നപ്പോൾ കുറേ ഡ്രസ്സൊക്കെ കണ്ടു. റെമി 2-3 എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അങ്ങോട്ട് പിടിച്ചില്ല. അങ്ങനെ പിന്നെ ലുലുന്ന് വേഗം ഇറങ്ങി നേരെ അതിൻ്റെ താഴെ തന്നെ വേറൊരു കട ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ചെറിയ പ്രൈസുള്ളൂ. അങ്ങനെ അവിടുന്ന് ഞാൻ ഒരു ടീഷർട്ട് കൊടുത്തു. പിന്നെ ഒരു മറ്റേ തണുപ്പൊക്കെ വരല്ല, അപ്പം അതിന് പറ്റിയൊരു ജാക്കറ്റ് കൊടുത്തു. ടീഷർട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ മാറിയിട്ടോ. ഇട്ട് വന്ന ഷർട്ട് എടുത്തിട്ട് കവറിലിട്ടിട്ട് ടീഷർട്ട് അവിടെ തന്നെ ഇട്ടു. ഇതാണ് കേട്ടോ ഞാൻ അവിടെ എടുത്ത ജാക്കറ്റ്. പിന്നെ ടീഷർട്ട് ഇത് അടുത്ത വീഡിയോ ക്ലിപ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ഇനിയും കേട്ടോ സമയം. നമ്മുടെ ഒരു മെയിൻ പരിപാടി ഇരിക്കുന്നത് 12 മണിക്കാണ്. അപ്പം എങ്ങനെയും 12 മണി ആക്കണം. അവിടെ നിന്ന് നേരെ ഇന്ത്യൻ ക്ലബ്ബിൽ പോയിട്ട് അവിടെ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് നടക്കണ്ടേ. അതങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു. പിന്നെ അതും കണ്ടു മടുത്തപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും വിശന്നു. അങ്ങനെ നേരെ പോയിട്ട് ഒരു തുർക്കി ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തുർക്കി കടയിൽ പോയിട്ടാണ്. അവിടെ പോയിട്ട് 2 ഷവർമ ഓർഡർ ചെയ്തു. അതും അവിടെ ഇരുന്ന് അങ്ങോട്ട് അടിച്ചു. അതും കിട്ടില്ല സാധനമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും പിന്നെയും കിടക്കും 1 മണിക്കൂറും കൂടി. 11 മണി ആയിട്ടുള്ളൂ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ നടന്നു. പിന്നെ അവിടെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ മരച്ചോട്ടിൽ പോയിരുന്നു. ഇന്ന് മരച്ചോട്ടിൽ ഞാനും റെമീനും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം മരച്ചോട്ടിൽ സംസാരിച്ചൊക്കെ ഇരുന്നു. അവിടെ നിന്ന് നേരെ നോക്കിയപ്പോൾ വീണ്ടും വിശക്കണ്. അങ്ങനെ നേരെ പോയിട്ട് എന്ത് ചെയ്തു, MRIയിൽ നിന്ന് 2 ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും MRIയിൽ കയറിയിട്ട് എന്ത് ചെയ്തു, 2 ചായ ഓർഡർ ചെയ്തു. പിന്നെ MRIയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ചില്ലി ഗ്ലാസ്സിൽ വേണോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മതി. വേറെ ഒന്നല്ല, ചില്ലി ഗ്ലാസ്സിൽ കുറച്ച് ചായ ഉണ്ടാവുള്ളൂ. അതിൻ്റെ 2 ഇരട്ടി 10 എണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്സായിട്ട് എടുത്തിട്ട് അവിടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിട്ടാ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ടീഷർട്ട്. ഞാൻ എടുത്തു എന്ന് പറഞ്ഞില്ല, കുറച്ച് എടുത്ത ആ ടീഷർട്ട് ഇതായി എങ്ങനെ എടുക്കിട്ട് സാധനം. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് അത് കുടിച്ച് നേരെ പിന്നെ വന്നു. പിന്നെ അപ്പോൾ 12 മണിയായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാൻ അങ്ങനെ അതിന് വേണ്ടി നമ്മൾ ജംഷീനെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ റെമീനും കൂടി അങ്ങനെ ജംഷി വന്നു. ഞങ്ങളങ്ങനെ നേരെ വിട്ടു. വേറെ പിടിക്കല്ല കേട്ടോ. ഇന്ന് നമ്മുടെ അനീസ്ക തിരിച്ചു വരാണ് നാട്ടിൽ പോയിട്ട്. അപ്പോൾ അനീസ്ക നിൽക്കുക. അങ്ങനെ അനീസ്കാരം കൂട്ടി ഇങ്ങോട്ട് പോന്നു കേട്ടോ. ജംഷിക്കാരെ നിങ്ങൾ കുറേ ഉണ്ടാവും വീഡിയോയിൽ കണ്ടിട്ട്. അപ്പോൾ ഇന്നുണ്ട് കേട്ടോ, ജംഷിക്കുണ്ട് വീഡിയോയിൽ. അങ്ങനെ അനീസ്ക നാട്ടിൽ നിന്ന് എത്തിയപ്പോൾ അനീസ്ക കല്യാണത്തിന് പോയതാ. കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ സങ്കടം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അനീസ്ഖാനെ ആശ്വസിപ്പിക്കൽ തുടങ്ങി. റെമീനും ജംഷിയും കൂടിയിട്ട് ഭയങ്കര ആശ്വസിപ്പിക്കൽ, ഭയങ്കര മോട്ടിവേഷനും കൊടുക്കും. അപ്പോഴത്തേനും അൻസാർക്കും ഫിറോസ്കയും വന്നു കേട്ടോ. അങ്ങനെ നേരെ അവരുടെ റൂമിലേക്ക് പോയി. അങ്ങനെ അനീസ്ക കൊണ്ടുവന്ന നല്ല കിടിലം ബീഫും, അത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കിടിലം ബീഫും കല്ലുമ്മക്കായും, അത് അങ്ങോട്ട് പിന്നെ നല്ല ചൂട് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് അടിച്ചു. കിട്ടില്ല സാധനമായിരുന്നു. ബീഫൊക്കെ വേറെ ലെവല്. പിന്നെ കല്ലുമ്മക്കായ എടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. അപ്പോൾ ഇത് ഇത്ര കിടുവാക്കി ഉണ്ടാക്കി കൊടുത്തയച്ച അനീസിൻ്റെ വൈഫിൻ്റെ ഇത്താക്ക് ഞങ്ങളുടെ പേരിൽ 1000 തന്നിട്ടാ. അപ്പോൾ പിന്നെ അവിടുന്ന് അൻസാർക്കാക്കും ഫിറോസ്കാക്കും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.